BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മലപ്പുറം വഴിക്കടവിൽ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പത്രിക തള്ളിയതിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട് LDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയും നേതാക്കളും കാത്തുനിന്നെങ്കിലും മറുപടി നൽകാതെ റിട്ടേണിംഗ് ഓഫീസർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡായ മേക്കരവയിലെ LDF സ്ഥാനാർത്ഥി KM ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രികയാണ് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡായ മേക്കരവയിലെ LDF സ്ഥാനാർത്ഥി KM ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രികയാണ് റിട്ടേണിംഗ് ഓഫീസറായ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ VP ബാലകൃഷ്ണൻ തള്ളിയത്. കുടുംബശ്രീയിൽ നിന്നും ഓണറേറിയം വാങ്ങുന്നതിനാൽ പത്രിക സ്വീകരിക്കാനാവില്ലെന്നാണ് വിശദീകരണം. രാജിവെക്കാതെയാണ് മത്സരിക്കുന്നതെന്നും വിശദീകരണത്തിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ രേഖാമൂലം എഴുതിത്തരണമെന്ന് LDF നേതാക്കളും സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് തുടർ നടപടിക്ക് കോടതിയെ സമീപിക്കാനാണെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഇത് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. തുടർന്ന് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്തർക്കവും നടന്നു. വഴിക്കടവ് 23-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി KM ഷിഫ്നയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനു പിന്നിൽ റിട്ടേണിംഗ് ഓഫീസറും വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാറും രാഷ്ട്രീയ നേതാക്കളും ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയെന്ന CPM എടക്കര ഏരിയ സെന്റർ അംഗം AT റെജി ആരോപിച്ചു. ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിന്റെ നോമിനേഷന്റെ പരിശോധനയാണ്. ഈ സപ്ലൈ ഓഫീസറായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. വഴിക്കടവ് പഞ്ചായത്തിലെ 24 വാർഡുകളിലെയും LDFന്റെ സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ചു. ഏതാണ്ട് 1:45 മണിയോടുകൂടിയാണ് 23-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഷിഫ്നയുടെ നോമിനേഷൻ പരിശോധന നടക്കുന്നത്. ആ സമയത്ത് അത് മാറ്റിവെക്കുകയും ഈ 4:30 മണി വരെയായിട്ടും അതിനൊരു മറുപടി വന്നിട്ടില്ല. കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തകയാണ് ഷിഫ്ന. അത് ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറിലോ കുടുംബശ്രീയുടെ സർക്കുലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തക അയോഗ്യയാണെന്ന് പറയുന്നില്ല. മാത്രമല്ല, കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ അവിടുത്തെ വഴിക്കടവ് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഈ നോമിനേഷൻ അത് അയോഗ്യതയല്ല, അതിന് ലീവ് എടുക്കുകയോ രാജിവെക്കുകയോ വേണ്ടതില്ല എന്ന് ഉപദേശം കൊടുത്ത ആളുകൾ ഇവിടെ വന്ന് വളരെ മനഃപൂർവ്വമായി റിട്ടേണിംഗ് ഓഫീസറും രാഷ്ട്രീയ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഷിഫിനയുടെ നോമിനേഷൻ തള്ളി എന്ന് ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പരിശോധന അന്തിമമാക്കാതിരിക്കുകയാണ്. ഈ 4:30 മണി വരെ റിട്ടേണിംഗ് ഓഫീസർ ഒരു മറുപടിയും തന്നിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ 2 ദിവസക്കാലം മുമ്പ് തന്നെ നാട്ടിൽ പറഞ്ഞു, ഇതാ ഷിഫിനെ അല്ല സ്ഥാനാർത്ഥി, ഡെമ്മി സ്ഥാനാർത്ഥിയാകേണ്ടി വരുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വഴിക്കടവിലെ UDFന്റെ ആളുകളും അവിടുത്തെ സെക്രട്ടറി ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അതുകൊണ്ട് ഒരു കുടുംബശ്രീയിലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം മുഖ്യധാരയിലേക്ക് വരേണ്ട സമയത്ത് 50% സംവരണമുള്ള കാലത്ത് ആ സ്ത്രീകളെ ദുർബലപ്പെടുത്തുന്ന, മാനസികമായി പിറകോട്ടടിപ്പിക്കുന്ന, പുരുഷാധിപത്യ പ്രവണതയുള്ള ചില രാഷ്ട്രീയ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നടപടി. ഇതുവരെ ഈ 4:30 മണി സമയമായിട്ടും ഒരു മറുപടി ഇത് തള്ളിയിട്ടുണ്ടോ കൊണ്ടിട്ടുണ്ടോ എന്ന മറുപടി ഇതുവരെ തന്നിട്ടില്ല. നാമനിർദ്ദേശ പത്രിക ഈ കേരളത്തിൽ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു, വിവിധ റിട്ടേണിംഗ് ഓഫീസർമാരെ കണ്ടു. സൂക്ഷ്മ പരിശോധന യഥാർത്ഥത്തിൽ ഫോറം സ്വീകരിക്കുമ്പോൾ തന്നെ നടത്തുകയാണ്. അതിൽ വോട്ടർ പട്ടികയിൽ നമ്പർ തെറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും അതെല്ലാം അവിടെ വെച്ച് കറക്റ്റ് ചെയ്യണം. ഒരു നോമിനേഷൻ പോലും തള്ളാതിരിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് മഹാഭൂരിപക്ഷം വരുന്ന റിട്ടേണിംഗ് ഓഫീസർമാർ ശ്രമിച്ചിട്ടുള്ളത്, രാഷ്ട്രീയ താല്പര്യമില്ലാതെ. ഇവിടെ അത് പരിശോധിച്ച് വളരെ കൃത്യമാണ് എന്ന് അവരോട് പറഞ്ഞ് വിട്ടിട്ടില്ല. അതേ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും അവിടെ വഴിക്കടവ് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി, കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി ഇവിടെ വന്ന് റിട്ടേണിംഗ് ഓഫീസറുമായി കൂടിച്ചേർന്നുകൊണ്ട് ആണ് ഇത് നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിടുത്തെ ഞങ്ങൾക്ക് 2 സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. മറിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശത്തെ അവർക്ക് ഇലക്ഷൻ കമ്മീഷനും കുടുംബശ്രീ സംവിധാനവും നിർദ്ദേശിച്ചിട്ടുള്ള മാർഗരേഖ പാലിച്ചിട്ടും വളരെ മനസാക്ഷിയില്ലാതെ ഒരു പെരുമാറ്റത്തിന്റെ ഭാഗമായി സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണിത്. ഇവിടെയുള്ള ആളുകൾ, ഈ വഴിക്കടവ് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി, ഈ സപ്ലൈ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ, അവർ തന്നെ UDFന്റെ ആളുകൾക്ക് ഇത് ചോർത്തിക്കൊടുത്ത് ഈ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം നോമിനേഷൻ തള്ളി എന്ന 1:45 മണിക്ക് പ്രസിദ്ധീകരിക്കുകയാണ്. ഈ 4:30 മണിയായിട്ട് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയോ കൊണ്ടോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് തള്ളിയിട്ടുണ്ടെങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തര നടപടി സ്വീകരിക്കാനുള്ള അവസരവും റിട്ടേണിംഗ് ഓഫീസർ നിഷേധിച്ചിരിക്കുകയാണ്. അത് തള്ളി എന്ന് ഞങ്ങൾക്ക് പേപ്പർ തന്നാൽ ഞങ്ങൾക്ക് അതിന്റെ മേലെ അപ്പീൽ കൊടുക്കാം, കോടതിയിൽ പോകാം. പക്ഷെ ഞങ്ങളുടെ അവസരവും നിഷേധിച്ചുകൊണ്ട് നാളെ ഞായറാഴ്ച അവധിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മനഃപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയെ അവിടെ അവരുടെ അയോഗ്യതയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഈ സമയം വരെ ഉദ്യോഗസ്ഥർ അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് രാഷ്ട്രീയപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാരെ ചട്ടുകമാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായി കാണും എന്നതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. വളരെ സത്യസന്ധമായി, വളരെ നന്നായി പ്രവർത്തിക്കുന്ന
വളരെ കൃത്യമായി ആ വാർഡിനകത്തെ ജനങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരെ രാഷ്ട്രീയപരമായി മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യമാണിത്. അതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്ന ജനത ഇതിനെല്ലാം മറുപടി കൊടുക്കും നാളെ എന്നതാണ് ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കാനുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.